So this is why a child has to be immediately treated and transported to a higher center, because both in gastroschisis as well as a ruptured omphalocele, there can be increased insensible fluid loss and radiant heat loss from the eviscerated bowel, and thereby the treatment should be initiated very early. In case of a non-ruptured omphalocele, അതായത് ഒരു സാക്കിൻ്റെ ഉള്ളിലാണ് കണ്ടൻസ് എങ്കിൽ അവിടെ ഇൻസെൻസിബിൾ വാട്ടർ ലോസ് കുറവായിരിക്കും. സോ വി ഹാവ് ടൈം, ഇമ്മീഡിയറ്റ് റിപ്പയറിൻ്റെ ആവശ്യമില്ല. കുട്ടീനെ ഫുള്ളി ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രം അവിടെ റിപ്പയർ നടത്തേണ്ട കാര്യമേ ഉള്ളൂ. സോ നോ നീഡ് ഫോർ ഇമ്മീഡിയറ്റ് റിപ്പയർ ആൻഡ് time can be allotted in order to evaluate the child properly in case of a non-ruptured omphalocele. Immediately after birth, if the baby is found to have any such defects, clamp the umbilical cord 5 cm from the anterior abdominal wall to prevent accidental clamping of the parts of the bowel. സോ യൂഷ്വലി നമ്മൾ അംബ്ലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യുന്നത് 2 സെൻറ്റിമീറ്ററിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ 2 സെൻറ്റിമീറ്ററിൽ ക്ലാമ്പ് ചെയ്യുന്നതിന് പകരം 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മാത്രമേ ക്ലാമ്പ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ്? ഇവിടെ ഇൻറ്റസ്റ്റൈനൽ കണ്ടൻസ് ഒക്കെ ഹെർണിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ കണ്ടൻസിൻ്റെ മുകളിലായിരിക്കും ക്ലാമ്പ് ചെയ്യുക. ദർ ക്യാൻ ബി മെനി കോംപ്ലിക്കേഷൻ. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എങ്കിലും കീപ്പ് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ അംബ്ലിക്കൽ കോഡ് നമ്മൾ ക്ലാമ്പ് ചെയ്യുള്ളൂ. NG tube or OG tube should be inserted for gastric decompression. അപ്പോൾ ഗ്യാസ്ട്രിക് ഡീകംപ്രഷന് വേണ്ടി NG tube or OG tube is inserted. It should be left open. It should be aspirated in between, and this is done in order to decompress the abdomen in order to prevent the bowel distension by swallowed air. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, അംബ്ലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യണം 5 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ അബ്ഡോമിനൽ വാൾ. 2, NG decompression or OG decompression. The babies should be transported to a tertiary care hospital. So usually ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് tertiary care hospitals മാത്രമേ അവൈലബിൾ ആവുള്ളൂ. So the baby should be transported immediately. So at AIIMS we get a large number of cases with this defect. നമ്മൾ നിക്കൂല് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പോയാലും അറ്റ്ലീസ്റ്റ് ഒരു 3 കേസ് കുട്ടികളെങ്കിലും അവിടെ ഈ ഒരു കണ്ടീഷനായിട്ട് കിടക്കുന്നുണ്ടാവും. So from all the parts of North India, if a baby is born with such a defect, they are brought to the higher facility which is AIIMS New Delhi. പക്ഷേ ഈ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ടൈമിൽ ഹരിയാന, രാജസ്ഥാനിൽ നിന്നൊക്കെ കുട്ടികളെ അങ്ങോട്ട് എത്തുന്ന ആ വഴിക്ക് തന്നെ ദർ ക്യാൻ ബി ഹയർ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൻസ് ദ മോർട്ടാലിറ്റി റേറ്റസ് ആർ വെരി ഹയർ. ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് ദ ബേബി ഷുഡ് ലൈ ഓൺ ഇറ്റ്സ് സൈഡ്. റപ്ചർ ഒഴിവാക്കാനായിട്ടും റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഒഴിവാക്കാനായിട്ടും ബേബീനെ സൈഡ് ലൈൻ പൊസിഷനിൽ വേണം ആ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ സൈഡിൽ കിടത്താനായിട്ട്. If it is a giant omphalocele, cover the omphalocele by sterile saline dressing. So omphalocele മെംബ്രെയിൻ ഒന്നും റപ്ചർ ആവാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ആ ഒരു ഡിഫക്റ്റിനെ കവർ ചെയ്യുന്നത് സലൈൻ ഡ്രസ്സിങ് വഴിയാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത് എ സ്റ്റെറൈൽ സലൈൻ ഡ്രസ്സിങ്. ദിസ് ഡ്രസ്സിങ് കൺസിസ്റ്റ് ഓഫ് എ moist gauze covered with a dry sterile towel and a plastic wrap in order to keep the area warm and moist and in order to prevent contamination. So നമ്മൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ആദ്യമേ മോയിസ്റ്റ് അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള സലൈൻ ഗോസ് ഈ ഒരു ഡിഫക്റ്റിൻ്റെ മുകളിൽ വെക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഡ്രൈ സ്റ്റെറൈൽ ടവൽസ് ഇടും. എന്നിട്ട് ഏറ്റവും മുകളിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്യും. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഏരിയ വാമായിട്ടിരിക്കും. മോയ്സ്ചർ ഉള്ളിൽ തങ്ങും. പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് വെളിയിലേക്ക് ഇവാപ്രേറ്റ് ചെയ്യില്ല. ആൻഡ് കണ്ടാമിനേഷൻ ഇസ് വെരി ലെസ്. സോ ഇങ്ങനെയാണ് യൂഷ്വലി കവർ ചെയ്യുക. ആദ്യമേ ഒരു വെറ്റായിട്ടുള്ള ഗോസ് പാഡ്, അതിന് മുകളിൽ സ്റ്റെറൈൽ ഡ്രസ്സിങ്,
ഏറ്റവും മുകളിൽ പ്ലാസ്റ്റിക് റാപ്പ്, അങ്ങനെ കുട്ടീനെ പ്രോപ്പറായിട്ട് കവർ ചെയ്ത ശേഷമായിരിക്കും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇൻടാക്റ്റ് ഓംഫ്ലോസീലാണ്, അതായത് റപ്ചർ ആയിട്ടില്ല, മെംബ്രെയിൻ ഒക്കെ ഇൻടാക്റ്റ് ആണെങ്കിൽ കുട്ടിക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല ട്രാൻസ്പോർട്ടിൻ്റെ സമയത്ത്. പക്ഷേ ലങ്സ് ഇൻവോൾവ് ആണ്, പൾമണറി ഹൈപ്പോപ്ലാസിയ ഉണ്ടെങ്കിൽ ദർ ക്യാൻ ബി സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. In this case, you have to carefully examine the defect for any associated anomalies. Maintain the IV fluid of the child in order to maintain the blood volume. Intact omphalocele ആണെങ്കിൽ omphalocele is covered with a non-adherent dressing such as a serofoam wrapped with a Curlix and then covered with a sarin wrap. This is done in order to preserve the body heat and moisture. സോ ഒരു ഹയർ ഫെസിലിറ്റിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സലൈൻ ഡ്രസ്സിംഗ് ഒക്കെ മാറ്റിയിട്ട് വേറെ ഒരു നോൺ അഡ്ഹറൻറ്റ് ഡ്രസ്സിംഗ് ആണ് വെക്കുക. ഈ നോൺ അഡ്ഹറൻറ്റ് ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഒരു സെറോഫോം കൊണ്ട് കവർ ചെയ്യും, അതിനുശേഷം ഒരു കർലിക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് അതിനെ റാപ്പ് ചെയ്യും, ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് റാപ്പ് വിത്ത് എ സറൻ റാപ്പ്. സോ ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യുക. ആദ്യമേ ഒരു സെറോഫോം, പിന്നെ ഒരു കർലിക്സ് റാപ്പ്, and then with a saran wrap. സോ ഇത്രയും കൊണ്ട് കവർ ചെയ്ത് പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടായിരിക്കും കീപ്പ് ചെയ്യുക ഇൻ ഓർഡർ ടു പ്രിസർവ് ദ ബോഡി ഹീറ്റ് ആൻഡ് ദ മോയ്സ്ചർ. Prophylactic antibiotics are started pre-operatively, and this is done in order to avoid any kind of infections, especially there are associated intestinal anomalies. So omphalocele നമ്മൾ ഇതുവരെ പറഞ്ഞത് അത് റപ്ചേർഡ് അല്ല എങ്കിൽ യൂഷ്വലി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അൺലെസ് ദ ലങ്സ് ആർ ഇൻവോൾവ്. കുട്ടീനെ അസോസിയേറ്റഡ് അനോമലീസിന് കെയർഫുള്ളി എക്സാമിൻ ചെയ്ത ശേഷം മാത്രമേ ഓപ്പറേഷന് കൊണ്ടുപോകാവുള്ളൂ. ആ ഒരു ടൈമിൽ IV ഫ്ലൂയിഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊഫിലാക്റ്റിക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓംഫലോസീലിൻ്റെ സാക്കിനെ നമ്മൾ ഹയർ ഫെസിലിറ്റി ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സലൈൻ ഡ്രസ്സിംഗ് ഒക്കെ മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് സീൽ ചെയ്യും. 3 റാപ്പാണ് നമ്മൾ ഉപയോഗിക്കുക, സെറോഫോം, കർലിക്സ് ആൻഡ് സറൻ റാപ്പ്. This is done in order to preserve the body heat and avoid loss of moisture. Coming to the surgical management of omphalocele. Surgical management of omphalocele consists of replacement of the viscera into the abdomen and closure of the abdominal wall. Evident ആണ് ആ ഹെറിനിയേറ്റ് ചെയ്ത കണ്ടൻസിനെയൊക്കെ തിരിച്ച് അബ്ഡോമിനിലേക്ക് വെച്ച് അബ്ഡോമിനൽ വാള് ക്ലോസ് ചെയ്യുകയാണ് ഓംഫലോസീലിൽ നമ്മൾ ചെയ്യുന്ന ഡെഫിനിറ്റീവ് സർജറി. ഇഫ് ദ ഡിഫക്റ്റ് ഇസ് വെരി സ്മോൾ, ദ സാക്ക് ഇസ് എക്സൈസ്ഡ്, ദ ഇൻറ്റസ്റ്റൈൻസ് ആർ പ്ലേസ്ഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് ദ അബ്ഡോമിനൽ വാൾ ഇസ് ക്ലോസ്ഡ്. സോ വളരെ സ്മോൾ ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് സർജറി വളരെ എളുപ്പമായിരിക്കും, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ചെയ്യുക, ആ സാക്ക് കട്ട് ചെയ്ത് കളയും, കണ്ടൻസിനെയൊക്കെ തിരിച്ച് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് വെക്കും, അതിനുശേഷം വിൽ സ്യൂച്ചർ ദ അബ്ഡോമിനൽ വാൾ. പക്ഷേ ലാർജ് ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾക്കിത് ഫീസിബിൾ ആവില്ല, ഒറ്റയടിക്ക് ആ കണ്ടൻസ് മുഴുവൻ അബ്ഡോമിനൽ വാൾ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് പറ്റില്ല. സോ ഹിയർ വി വിൽ ഗോ ഫോർ സ്റ്റേജസ്. ഈ സ്റ്റേജ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം, അതിന് ശേഷം നമ്മൾക്ക് വായിക്കാം. ഈ സ്റ്റേജ് ക്ലോഷറിൻ്റെ പേരാണ് സിലോ റിഡക്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യുക, കുട്ടിയുടെ അബ്ഡോമിനൽ കണ്ടൻസ് ഒക്കെ ഒരു സിലോ ബാഗിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റും. ഈ സിലോ ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയ ശേഷം അബ്ഡോമിനൽ വാളിൽ ഈ സിലോ ബാഗ് സ്യൂച്ചർ ചെയ്യും, അതായത് കുട്ടിയുടെ വയറും ഈ സിലോ ബാഗ് തമ്മിൽ സ്യൂച്ചർ ചെയ്യും. അല്ലെങ്കിൽ ആ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഒക്കെ മാറിപ്പോവില്ലേ, അങ്ങനെ മാറിപ്പോവാതിരിക്കാനായിട്ട് അബ്ഡോമിനൽ വാളിൽ അത് സ്യൂച്ചർ ചെയ്യും. അത് സ്യൂച്ചർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് ഇൻക്യുബേറ്ററിൻ്റെ മുകളിലായിട്ട് കെട്ടിഞ്ഞാത്തിയിടും. ഓക്കെ, സോ ഇങ്ങനെ കെട്ടിഞ്ഞാത്തിയിടുമ്പോൾ എന്താ പറ്റുക, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ബാഗിലെ അബ്ഡോമിനൽ കണ്ടൻസ് പതിയെ ഗ്രാജ്വലി അബ്ഡോമിനൽ വാളിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ